ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിപ്പോ നിന്റെ മുഖം കണ്ട തോന്നും നീ രാജകുടുംബത്തിലെ അല്ല, അവിടുത്തെ കാര്യസ്ഥന്റെ മോളാന്ന്. നീ തുറിച്ചു നോക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. കേക്കില് വിഷം കലർത്തി എന്റെ അച്ഛനും അമ്മയും കൊല്ലാൻ നോക്കിയ കക്ഷിയല്ലേ? അതൊക്കെ വെറുതെയാ. നിന്റെ അമ്മ അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താൻ കെട്ടിച്ചമച്ച കഥയാ അത്. വിശ്വസിച്ചു. തെളിവിനായിട്ട് CCTV ഫുട്ടേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് മറ്റൊന്നാ. ഇത്രയും വലിയ ഫംഗ്ഷനിൽ ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ച് ആ കേക്കില് വിഷം സ്പ്രേ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാ? ക്ലബിൽ മാത്രമുള്ള വൈരാഗ്യമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ അതിനേക്കാൾ മുകളിൽ നിങ്ങൾക്ക് എന്റെ അമ്മയോട് ശത്രുതയുണ്ട്. വിഷം കൊടുത്തു കൊല്ലാനുള്ള പക. കുഴിയിലേക്ക് കാലു നീട്ടാൻ ഇനി അധിക നാളില്ല. മതിയാക്കിക്കൂടെ? അമ്മേ പോവാം. പോവാ മോനെ. ഇതാരാ? ഇതാണ് രമാദേവിയുടെ മൂത്ത മകൻ അർജുൻ. ഹലോ, ഐ എം ശരത്. ആ, നിന്റെ അമ്മ സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്താ അത് കേൾക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. പഴയൊന്നും അമ്മ മറന്നിട്ടില്ല. അമ്മ മാത്രമല്ല, ആരും. അന്ന് വെറുതെ വിട്ടതിന്റെ ദേഷ്യമേ അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടേ തൽക്കാലം എന്റെ അമ്മയുടെ മുന്നിലൊന്നും പോയി ചാടണ്ട. എന്ന് പറഞ്ഞ ഞാൻ നിന്റെ അമ്മയെ പേടിച്ച് വീട്ടിനകത്ത് തന്നെ ഇരിക്കണമെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മയുടെ മുന്നിൽ ചെന്ന് ചാടരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അമ്മയുടെ കൈ നിങ്ങളുടെ കരണത്ത് പതിയും. പിന്നെ അവളെന്നെ കുറെ ചെയ്യും. അന്നത്തോടെ തീരുന്ന് കരുതിയതായിരുന്നു. ഈശ്വരൻ അവൾക്ക് പണവും ആയുസും എല്ലാം കുറെ കൊടുത്തിരിക്കുവല്ലേ. ഇനി ഒരു സന്ദർഭം വന്നാലും ഞാനത് ചെയ്യൂന്ന് നീ നിന്റെ അമ്മയോട് പറഞ്ഞേക്ക്. ഇതൊരു നടു റോഡായി പോയി. പിന്നെ നിങ്ങളൊരു സ്ത്രീയും അല്ലായിരുന്നെങ്കിൽ ഇത്രയും പറയുന്നതിന് മുമ്പ് നിങ്ങളിവിടെ ബോധം കെട്ട് വീണാനെ. ഓ, ഇനി നിങ്ങൾ എന്റെ അമ്മയെ പറ്റി വല്ലതും പറഞ്ഞ മേൽ പറഞ്ഞതൊക്കെ ഞാനങ്ങ് മറക്കും. ഡാ കൊറേ നേരമായല്ലോ നീ എന്റെ അമ്മയോട് ചൊറിയുന്നത്. നീ എന്താ എന്റെ അമ്മയെ തല്ലൂന്നാണോ പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. തല്ലു വാങ്ങി കൂട്ടാനുള്ളതൊക്കെ നിന്റെ അമ്മ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഓർമ്മയുണ്ടല്ലോ എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അന്ന് കിട്ടിയത്. എടാ അർജുനെ, ഉന്നാര മോനെ, നീ കിടന്ന് തിളക്കല്ലേ. എന്റെ അമ്മക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചും കിട്ടും ഒരു ദിവസം. എടാ ചക്ക, രമാദേവിക്ക് 2 അമ്മക്കളുള്ള കാര്യം നിനക്കറിയില്ലേ? നിന്റെ അമ്മയെ കൊണ്ട് ഒളിച്ചും പാത്തും അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. തല്ലുമെന്ന് പറഞ്ഞ തല്ലു മാത്രമല്ല, കൊല്ലും. വീട്ടിലിരുന്ന് നാപം ജപിക്കേണ്ട പ്രായത്തെ വെല്ലുവിളിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നീ ഇവരുടെ മകനാണെങ്കിൽ ഇവരോടൊപ്പമേ ഒന്ന് സൂക്ഷിച്ച് നടന്നോ. ഇവരുടെ സംസാരത്തിനും പ്രവൃത്തിക്കും അനുസരിച്ചേ നിനക്ക് എപ്പോ എവിടെ നടി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമാ. മോനെ, പേരെന്താന്ന് പറഞ്ഞേ? ആ, ശരത്. വാ, മോൻ ഇവരെ കൊണ്ടുപോയി നല്ലപോലൊന്ന് ഉപദേശിക്കും. ചെലപ്പോ നന്നായാലോ. സാധ്യത കുറവാ. എന്നാലും വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോ. അർജുൻ, നമ്മൾ തമ്മിൽ കാണും. അത് വെറും കാണലല്ല. പോടാ.
അമ്മ സമാധാനായിട്ടിരിക്കേ. എവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇങ്ങനെ ആലോചിച്ചു നിന്നാ ലേറ്റ് ആവും. രമ മേഡം നിന്നെ വെറുതെ കാണണമെന്ന് പറഞ്ഞതാവും. അവരെന്നെ കാണണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. പിന്നെ ദേ ഇതിനെ കുറിച്ച് അറിയാനാ. ഇതുവഴി അവർക്ക് മറ്റെന്തോ അറിയാനുണ്ട്. അതുമാത്രമാണ് എന്താന്ന് മനസ്സിലാവാത്തത്. അതവര് നേരിട്ട് ചോദിക്കുമല്ലോ. അപ്പോ നീ നിന്റെ റോയൽ ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം. കള്ളൊന്നും അല്ലല്ലോ. നീ രാജകുടുംബത്തിലേതെന്ന് പറയുന്നത് സത്യം തന്നെയല്ലേ? പിന്നെന്താ? അതൊക്കെ സത്യം തന്നെയാ. അവർക്ക് എന്റെ കുടുംബത്തെക്കുറിച്ചെല്ലാം അറിയാം. അത് പറയാതെ പറഞ്ഞു വന്ന്. നീ ഇങ്ങനെയെല്ലാം സംശയത്തോടെ കാണുന്നതിന്റെ കുഴപ്പോ? അവരുടെ മോൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചൊക്കെ പിന്നെ അവര് തിരക്കില്ലേ? എന്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് ബന്ധുക്കള് അവരുടെ നാട്ടിൽ ചെന്ന് ആ പെണ്ണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും തിരക്കും. പെൺകുട്ടിയുടെ സ്വഭാവം, കുടുംബം, അച്ഛന്റെ അമ്മയുടെയും പാരമ്പര്യം, അങ്ങനെയെല്ലാം. ഇവിടിപ്പോ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അർജുൻ സാർ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാം ഓക്കെ ആയില്ലേ? ഇനി തിരക്കിയ തന്നെ നാട്ടുകാർ പറയുമല്ലോ നീ രാജകുടുംബത്തിലെ അംഗമാണെന്ന്. ഇതിപ്പോ ഈ ഒരു മോതിരം കൊണ്ട് തന്നെ എല്ലാം നടന്നില്ലേ? ഇതിപ്പോ നിന്റെ മുഖം കണ്ടാ തോന്നും നീ രാജകുടുംബത്തിലെ അല്ല, അവിടുത്തെ കാര്യസ്ഥന്റെ മോളാന്ന്. നീ തുറിച്ചു നോക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പോ ഒരു കുഴപ്പമില്ല. നീ കൂടുതൽ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാ മതി. അല്ലെങ്കിൽ തന്നെ എന്ത് വന്നാലും അർജുൻ സാറ് നിന്നെ ഉപേക്ഷിക്കില്ലല്ലോ. പിന്നെന്താ? നീ എല്ലാ സംശയങ്ങളും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഡിന്നറിന് പോവാൻ നോക്ക്.